ഞാനിപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിലേക്കാണ് എത്തിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലമായിട്ട് ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് 2006 മുതൽ 2011 വരെ എൻ്റെ നിയമസഭാ കാലമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾ കേരളത്തിൽ ഒരു നിയമസഭാ സാമാജികനും കിട്ടാത്ത അവസരങ്ങളാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി. അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അവസരം തന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ. MLA ആയിരുന്നു ഞാൻ. എന്നെ സത്യത്തിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അത് സതീശൻ അവതരിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അത്രയും കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത് മന്ത്രിയാകാത്തതല്ല, ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളല്ല. നമ്മൾ ഒരു കാര്യം വിമർശിച്ചാൽ, ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നിവരോട് പറഞ്ഞ് CLP മീറ്റിങ്ങിൽ പറഞ്ഞു വിമർശിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം വിളിച്ച് സംസാരിച്ചത് ശരിയാണെന്ന് തോന്നിയാൽ അപ്പം നടപടിയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഡസൻ കാര്യങ്ങളിലെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡസൻ കാര്യങ്ങളിലും അദ്ദേഹം ആ പരാതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ വഴികാട്ടിയാണ്. എങ്ങനെ സാധാരണക്കാരെ ചേർത്ത് നിർത്തണം, പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം, അവരെ എങ്ങനെ സഹായിക്കും. ഒരാൾ വന്നൊരു സഹായം അഭ്യർത്ഥിച്ചാൽ അദ്ദേഹം അപ്പം മുതൽ ചിന്ത തുടങ്ങി എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന്. അതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പാഠങ്ങൾ, ഒരു വലിയ ലെസണാണ്, ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ പത്രാസിനിടയിൽ സാധാരണക്കാരെ മറന്നു പോകാതിരിക്കാൻ നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖം. ഞാനത് എൻ്റെ ഹൃദയത്തിലുണ്ടാവും. അതാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെടുത്ത തീരുമാനം അതാണ്. അധികാരത്തിൻ്റെ പത്രാസൊക്കെ ഒരുപാടുണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും മറന്നു പോകരുത്. ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ മറക്കില്ല. അതാണ് എൻ്റെ അനുഭവ പാഠം. അദ്ദേഹം ഒക്കെ നമ്മുടെ മുമ്പിൽ നമ്മളോടൊപ്പം ജീവനോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വഴികാട്ടിയായി കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം.